السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ പോലെ നാളെ അവൻ്റെ അല്ലാഹ് ജന്നാത്തിൻ്റെ ആയിമിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന വിഷയം വസ്തുക്കളുടെ പരിസ്ഥിതിയും സുസ്ഥിര വികസനവും എന്നതിനെ കുറിച്ചാണ്. നമ്മളിന്ന് ജീവിക്കുന്നത് ഉപയോഗിക്കാനും അതുപോലെ തന്നെ വലിച്ചെറിയാനുമാണ്. യൂസ് ആൻഡ് ത്രൂ എന്ന കൾച്ചറാണ് നമ്മളിൽ എല്ലാവരും ഉള്ളത്. ഇതുപോലെ ഇങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി മാലിന്യത്താൽ കൂമ്പാരമായി കിടക്കുന്നതാണ്. അതിനാൽ തന്നെ ഇതിന് ഏറ്റവും നല്ലത് റീയൂസ് ആണ്. പരിസ്ഥിതി സംരക്ഷിക്കാൻ അടിസ്ഥാനമായ ശിലകൾ 3R ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാമത്. ഒന്നാമത് റിഡ്യൂസ്. പ്ലാസ്റ്റിക് എന്ത് ചെയ്യുക, അതിന്റെ ഉപയോഗം പരമാവധി കുറക്കുക. അതുപോലെ തന്നെ റീയൂസ്. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് വലിച്ചെറിയാതെ നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്യാൻ നമ്മൾ നോക്കുക. മൂന്നാമത് റീസൈക്കിൾ ആണ്. ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, പഴയ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിച്ച് പുതിയ സാധനമാക്കി എങ്ങനെ മാറ്റുമെന്ന് നമ്മൾ ആലോചിക്കുക. ഇതിലെല്ലാത്തിലും ഉത്തമം പുനരുപയോഗിക്കുക എന്നുള്ളതാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഇപ്പോ ഒരു കുപ്പി ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് കുപ്പി, ഒരു തുണിയും അത് പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് ലയിക്കുകയില്ല. അത് അതിന്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് പതുക്കെയാണ് മണ്ണിലേക്ക് അത് ലയിക്കുകയുള്ളൂ. അങ്ങനെയാണത് മാലിന്യമായി മാറുന്നത്. പക്ഷേ അത് ലയിക്കുന്നതിന് മുന്നേ വരാൻ വഴുകുന്നത് കൊണ്ട് അത് അവിടെ കീടനാശിനികളുടെ പ്രോസസ്സിങ് നടക്കുന്നതില്ല. അങ്ങനെ നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വിഭവ സംരക്ഷണം. പുതിയ സാധനങ്ങൾക്ക് നിർമാർജിക്കുന്ന ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് കുപ്പി ആയിക്കോട്ടെ, അതുപോലെ തുണി ആയിക്കോട്ടെ, ആ സാധനം വെള്ളം, മരം, ധാതുക്കൾ പോലുള്ള സാധനങ്ങൾ കൊണ്ട് ഉൽപാദിപ്പിക്കാൻ വളരെയധികം പറ്റുന്നതാണ്. ഊർജലാഭം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറി ഉണ്ടാക്കുന്നതിന് പകരം, ഈ മാലിന്യമെല്ലാം നിർത്താൻ വേണ്ടി വലിയൊരു ഫാക്ടറി ഉണ്ടാക്കുന്നതിന് പകരം ഊർജം കുറച്ച് അത് ആ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് നമുക്ക് വേറെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും
ചെറിയ കാര്യങ്ങൾ ചെയ്താണ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ കടയിൽ പോകുമ്പോൾ അവിടുന്ന് തരുന്നത് പ്ലാസ്റ്റിക് കവറാണ്. ആ പ്ലാസ്റ്റിക് കവറിന് പകരം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സഞ്ചിയോ അതുപോലെ തന്നെ സാധനം വെച്ച് എടുക്കുകയാണെങ്കിൽ അവിടെ മലിനീകരണം മാറാനുള്ള കാരണം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴയ കുപ്പി പാത്രങ്ങളെല്ലാം വീടുകളിൽ കാണുകയാണെങ്കിൽ അത് നമ്മൾ വലിച്ചെറിയാതെ പരമാവധി അതിനകത്ത് മൺചട്ടി പൂച്ചട്ടി അതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കി റീയൂസ് ചെയ്യാവുന്നതാണ്. പ്രകൃതിക്ക് നമ്മളുടെ ആവശ്യങ്ങൾ എല്ലാം പ്രകൃതി നമ്മളെ നിറവേറ്റി തരുന്നു. പക്ഷേ നമ്മുടെ ആർത്തിക്ക് വേണ്ടിയല്ല പ്രകൃതി. നാം പ്രകൃതിയെ സംരക്ഷിച്ചാൽ മാത്രമാണ് പിന്നീട് വരുന്ന തലമുറക്ക് അവർക്ക് ബാക്കി വെക്കാൻ കഴിയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം വിരാമം കുറിക്കുന്നു. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.